സാറേ ഇതാണ് സംഭവം നടന്ന സ്ഥലം. പക്ഷേ ഫിംഗർ പ്രിന്റിന്റെ ചാൻസസ് ഒന്നും കാണുന്നില്ല സാറേ. സീൻ മൊത്തം കണ്ടാമിനേറ്റ് ആണ്. ആളുകൾ കയറി ഇറങ്ങാൻ സമ്മതിക്കാവണം മെമ്പർ. താൻ ആദ്യം എത്തിയല്ലേ സാറേ? ഞാനല്ല സാർ, അവരാണ് ആദ്യം. അവരുടെയാണ് കട. മക്കളെ ചായ കുടിക്കുന്നോ? ഇപ്പൊ വേണ്ടേട്ടാ. സർ, ഞങ്ങൾ പതിവ് പോലെ രാവിലെ കട തുറക്കാൻ വന്നത്. അപ്പോഴാ പൂട്ട് പൊട്ടി കിടക്കുന്ന കണ്ട് ഞങ്ങൾ ആകെ പേടിച്ചു. ബാഗ് പിടിക്കും, ഞാൻ വിളിച്ചിട്ട് വരാം. ചേട്ടാ ചേട്ടാ ചേട്ടാ, കടയുടെ പൂട്ട് പൊട്ടി കിടക്കുന്നു. പിന്നെ സ്ലൈഡർ ഇല്ലേ, അതും തുറന്നിരിക്കുക. അയ്യോ വന്നേ. ഇതെന്നാ കുറിച്ചാണോ? എന്താ എന്താ പ്രശ്നം? കണ്ടില്ലേ? എന്നതാ ഇതെന്നാ ചെയ്യല്ലേ? പിന്നെ തുറക്കാതെ എങ്ങനെ അറിയുന്നത് ഇത് എന്നാ സംഭവം? മെമ്പർ പറയുന്നത് ഇതിനകത്ത് വിലപിടിപ്പുള്ള വല്ല ഉണ്ടായിരുന്നോ? കറക്കുവാ. മെമ്പർ ഇത് തുറന്നു കഴിഞ്ഞാൽ പ്രശ്നമാവോ? പ്രശ്നമാവൂടാ. നമുക്ക് നോക്കാം. അങ്ങനെ പൊങ്ങത്തില്ല ചേട്ടാ. ആ കറക്കുന്ന സാമാനം കൊണ്ട് കറക്കി ഇങ്ങനെ പൊങ്ങത്തുള്ളൂ. തുറന്ന് മെമ്പർ തന്നെ കയറി നോക്ക്. നോക്കിക്കേ, മെമ്പറിനെ ആദ്യം കയറി നോക്കണ്ട ആള്. മെമ്പറെ അറിയാച്ചോട് കയറി. മൊബൈലുള്ളേ എന്റെ കയ്യിലുണ്ട്. അതെ, മൊത്തം പ്രശ്നം ബാങ്ക് മോഷണ. ഇതിപ്പോ പോലീസ് സ്റ്റേഷൻ വിളി മെമ്പറേ. ഞാനോ? പിന്നില്ല ആരാ? മെമ്പർക്കല്ലേ പോലീസ് സ്റ്റേഷൻ വിളിക്കാൻ അധികാരമുള്ളേ. പിന്നെ ഞാനോ? സുഗിതേ, പണിയാ കേട്ടോ. ആ നേരത്തെ ടെൻഷനിൽ എന്താ ചെയ്യേണ്ടെന്ന് ഒരു എത്തുമിടിയും കിട്ടില്ല. ഞാൻ ചായക്കടയിൽ പോയി മെമ്പറിനെ വിളിച്ചു. അകത്ത് ഇങ്ങനെയായിരിക്കും പ്രതീക്ഷിച്ചില്ല സാറേ. തുറന്നു നോക്കിയപ്പോഴും മനസ്സിലായത്. പിന്നെ ആളാദ്യം കയറാതിരിക്കാൻ വേണ്ടി ഞാൻ ആ സമയത്ത് കവലയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? എല്ലാവരും ചോദ്യം ചെയ്യണം. ചെയ്യാം സാർ. ബാങ്ക് സാർ ഇതില്ലേ ഇവിടെ ആരൊക്കെ ഉണ്ട്? സാർ സർ, ആക്ച്വലി നാട്ടുകാരും ഇവിടെ കയറിയതായിട്ട് കാണുന്നില്ല സാർ. നമുക്ക് ഒന്ന് രണ്ട് ബൂട്ട് പ്രിന്റ്സ് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഫിംഗർ പ്രിന്റ്സ് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. ഓക്കെ, ഇത് thoroughly പ്രൊഫഷണൽ. ഇറ്റ്സ് എ ക്ലീൻ ജോബ്.